ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പിന് എന്തൊക്കെ മെഷർമെൻറ്റാണ് വേണമെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ താഴെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു ചാർട്ട് പേപ്പറിലാണ് ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടായിട്ട് ക്ലോത്ത് മടക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് രണ്ടായിട്ട് ക്ലോത്ത് മടക്കി ഇട്ടിട്ട് നമുക്ക് ഒരു സൈഡിൽ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഫസ്റ്റ് വേണ്ടുന്നത് ഫുൾ ലെങ്ത് ആണ്. അപ്പോൾ ഫുൾ ലെങ്ത് ഞാനിവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ 13 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ എനിക്ക് 16 ഇഞ്ചാണ് വേണ്ടുന്നത്, 13 ഇഞ്ച് കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഇഞ്ചിൽ ഞാനിത് കറക്റ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ക്ലോത്തിലോട്ട് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഒരു 3 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ടായിരിക്കും, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനത് ഇപ്പോൾ 13 ഇഞ്ചിൽ ടോട്ടൽ അളന്നെടുക്കാം കേട്ടോ. ഫുൾ ലെങ്ത്ത് 13 ഇഞ്ചാക്കിയിട്ട് ഞാൻ അതൊന്ന് ലൈൻ ചെയ്ത് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് രണ്ടാമത് വേണ്ടുന്നൊരു അളവാണ്. നമുക്കിപ്പം ഷോൾഡറാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോൾഡർ എനിക്കിപ്പോൾ 6 ഇഞ്ചാണ് കേട്ടോ. 12 ഇഞ്ചാണ് ടോട്ടൽ. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച്. അപ്പോൾ ഞാൻ ആ 6 ഇഞ്ച് ഷോൾഡറോട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്താം. ആം ഹോളും സെയിം 6 ഇഞ്ച് തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ ആം ഹോളും ഞാൻ ഒരേ ലെവൽ തന്നെ ഒരേ അളവ് തന്നെ ആയിരുന്നു കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പോയിൻറ്റും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഫസ്റ്റ് നമ്മൾ ഈ പ്രിൻസസ് കട്ട് പോലുള്ള പാറ്റേണൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പേപ്പർ കട്ടിങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അതിനുശേഷം നമുക്ക് ക്ലോത്തിൽ വെച്ച് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ലത് അതായിരിക്കും, പേപ്പർ കട്ടിങ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്നിട്ട് നമുക്ക് ചെസ്റ്റ് റൗണ്ട് അടുത്തത് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് ഞാൻ അതേ ലെവലിൽ തന്നെ വെച്ചിട്ട് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ചെസ്റ്റ് റൗണ്ട് ഇപ്പോൾ 32 ആണ്. അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 8 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ 8 ആദ്യം അടയാളപ്പെടുത്താം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു 1/2 ഇഞ്ച് ലൂസ് വേണം. 1/2 ഇഞ്ച് ലൂസും, അത് ലൂസ് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. 4 ഇഞ്ച് വേണമെങ്കിൽ ഇടാം, നല്ല ഫിറ്റായിട്ട് ഇരിക്കണം. വലിയ ലൂസൊന്നും വേണ്ട ഉള്ളവർക്ക് 4 ഇഞ്ച് ഇട്ടാലും മതി. ഞാനിപ്പോൾ 1/2 ഇഞ്ച് ഇടുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ ലൈൻസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ആ പോയിൻ്റൊക്കെ ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് പോയിൻ്റൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ വേസ്റ്റ് റൗണ്ടും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. വേസ്റ്റ് റൗണ്ട് നമ്മൾ 13 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ വെച്ചിട്ട് 7 ഇഞ്ചാണ് എനിക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത്. 7 ഇഞ്ചും 1/2 ഇഞ്ച് ലൂസും പിന്നെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പോയിൻറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. അതായത് നമ്മൾ സീം അലവൻസ് കൊടുത്ത ഈ ഒരു ജോയിൻറ്റും അതുപോലെ തന്നെ ലൂസ് കൊടുത്തില്ലേ, നമ്മൾ കറക്റ്റ് ചെസ്റ്റ് റൗണ്ട് അല്ല ലൂസ് അറേഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു പോയിൻറ്റും കൂടി തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്തത് വേണ്ടുന്നത് നമുക്ക് ആം ഹോളാണ് കേട്ടോ. ആം ഹോൾ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അതായത് കൈക്കുഴി കർവ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടുന്നത് ആ ഒരു പോയിൻ്റ് മിഡ് പോയിൻ്റ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഷോൾഡർ മുതൽ ആം ഹോൾ കൊടുത്തേക്കുന്ന 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ പകുതി 3 ഇഞ്ച് കേട്ടോ. അപ്പോൾ 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് പോയിൻറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആം ഹോൾ കർവ് വരയ്ക്കുന്ന ഒരു സ്കെയിൽ എടുക്കുക കേട്ടോ. അതെടുത്തിട്ട് നമുക്ക് കറക്റ്റ് ആ 2 ജോയിൻറ്റും, അതായത് ചെസ്റ്റ് റൗണ്ടിൻ്റെ ഒരു ചെസ്റ്റ് റൗണ്ട് പോയിൻറ്റും അതുപോലെ തന്നെ നമ്മൾ ആ പകുതി മാർക്ക് ചെയ്ത് 3 ഇഞ്ച് ഉണ്ടല്ലോ, 3 ഇഞ്ച് ഒരേ ലെവലിൽ വരുന്നത് വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ബാക്ക് ആം ഹോൾ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാക്ക് ആം ഹോളാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ആം ഹോൾ പിന്നീട് കട്ട് ചെയ്തോളൂ. ഇപ്പോൾ ഞാൻ ഫ്രണ്ട് ആം ഹോൾ എങ്ങനെ വരയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട് ആം ഹോളും അതേ 3 പോയിൻറ്റിൽ വെച്ചിട്ട് തന്നെ അവിടെ നിന്നൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കിത് ആ ഒരു 4 ഇഞ്ചും അതുപോലെ തന്നെ ചെസ്റ്റ് റൗണ്ടും കൂടെ അതിൻ്റെ പോയിൻറ്റും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ അത് കണ്ടില്ല. ആ ഒരു ലെവൽ നോക്കുക. നമ്മൾ ആം ഹോള് കർവ് വരച്ച ആം ഹോളിലേക്ക് ലെങ്ത്ത് വരച്ചിട്ടുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ എവിടെ തൊട്ടാണോ ആ സ്കെയിൽ നിൽക്കുന്നത് അങ്ങനെ തന്നെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടുന്നത് നെക്ക് വിഡ്ത്താണ് കേട്ടോ. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. നെക്ക് വിഡ്ത്ത് ഇപ്പോൾ എനിക്കിപ്പോൾ വേണ്ടുന്നത് 2.5 ഇഞ്ചാണ് കേട്ടോ. 5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്, അതിൻ്റെ പകുതി 2.5 ഇഞ്ച്. 2.5 ഇഞ്ച് പിന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത് 5 ഇഞ്ചാണ് കേട്ടോ വേണ്ടുന്നത്. അപ്പോൾ 5 ഇഞ്ചും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നെക്ക് ഞാൻ ക്ലോത്തിലല്ല കട്ട് ചെയ്യുന്നത്, ഞാൻ സെപ്പറേറ്റ് ക്യാൻവാസിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ നിങ്ങൾക്കൊന്ന് വരച്ച് കാണിച്ചു തരാണ് കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഇതുപോലെ ഇവിടെ നിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ട് അതൊന്ന് നമുക്കൊന്ന് സ്ക്വയർ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വീനക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല.
ഇതേ സെയിം ക്രോപ്പ് ടോപ്പിൽ തന്നെ വീനക്ക് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്ടായിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണാൻ എൻ്റെ ചാനലുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വീനക്ക് എങ്ങനെയാണ് നല്ല വൈഡായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നെക്കിന് ഞാൻ കുറച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ നമ്മൾ നെക്കും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു കർവ് നമുക്ക് എങ്ങനെയാണ് വരച്ചെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് നമ്മൾ BP to BP ആണ് കേട്ടോ. ബ്രസ്റ്റ് പോയിൻറ്റ് ടു ബ്രസ്റ്റ് പോയിൻറ്റ് ഈ ഒരു അളവാണ് നമുക്ക് ഫസ്റ്റ് വേണ്ടുന്നത്. അപ്പോൾ ഞാനതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കത് കണ്ടുപിടിക്കുക. ഒരു ഇക്വേഷനുണ്ട്, ചെസ്റ്റ് റൗണ്ട് ഡിവൈഡ് ബൈ 10. അപ്പോൾ എനിക്ക് ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോൾ കിട്ടിയത് 3.2 ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. കാരണം 32 ആണ് ചെസ്റ്റ് റൗണ്ട്. അപ്പോൾ 3.2 നമുക്കിത് നമ്മൾ ഫ്രണ്ട് നെക്ക് ലെങ്ത് മാർക്ക് ചെയ്തതിൽ ആ ഒരു പോയിന്റിൽ നിന്ന് കറക്റ്റ് ചെയ്ത് 3.2 ഞാൻ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോക്ക് ആയതുകൊണ്ട് ഈ ചാർട്ടിൽ കൊടുത്തപ്പോൾ മാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്, അത് മായാതെ കറക്റ്റ് നിൽക്കും. അപ്പോൾ ഇതേ പെയിൻ എടുത്ത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറായിട്ട് നമ്മൾ ആ നെക്ക് വിട്ട് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റില്ലേ, അവിടുന്ന് ഷോൾഡർ മുതൽ ബ്രസ്റ്റ് പോയിന്റ് വരെ, ഷോൾഡർ ടു BP ഞാനതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരളവ് ഷോൾഡർ മുതൽ ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള ലെങ്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ എനിക്ക് 8 ഇഞ്ചാണ്, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കണം. 8 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ ആ 3.2 ഉണ്ടോ എന്നൊന്ന് അളന്ന് നോക്കട്ടെ. അപ്പോൾ എനിക്ക് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ കുറച്ച് ഇപ്പുറത്തോട്ടാണ് ഞാനിപ്പോൾ 3.2 ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് 8 ഇഞ്ചിൻ്റെ അതേ ലെവലിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് അളന്ന് നോക്കാം 8 ഇഞ്ച്. പക്ഷേ 8 ഇഞ്ച് അല്ല കേട്ടോ വേണമെന്നത്, ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യും. ഷോൾഡർ 1/2 ഇഞ്ച് വെച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കുറച്ചുകൂടെ 1/2 ഇഞ്ച് മേലോട്ട് കയറും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ കറക്റ്റ് 1/2 ഇഞ്ച് നമ്മളിപ്പം ഷോൾഡർ ജോയിൻ ചെയ്താലും 1/2 ഇഞ്ച് ഉള്ളത് കൊണ്ട് കറക്റ്റ് ആ 8 ഇഞ്ചിൽ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഒന്നും കൂടി 3.2 ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ ആ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആം ഹോൾ വരച്ചിട്ടില്ലേ, ആ ഒരു കർവ് ഉണ്ട്, അവിടുത്തെ ഒരു കോണുണ്ടല്ലോ, ആ ഒരു കോണിൽ നിന്ന് ആ ഒരു മൂലയിൽ നിന്നിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് ഞാൻ മേലോട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് ഞാനിപ്പോൾ ഒരു സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് മാർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു കോർണർ ഉണ്ടല്ലോ, നമ്മൾ മാർക്ക് ചെയ്തെടുത്ത ആ ഒരു കോർണർ എന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ആ ഒരു പോയിന്റിലോട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് ഒരു 3.2 ഇഞ്ച് കേട്ടോ, നമ്മൾ ആ ഒരു BP to BP ഇല്ലേ, അത് തന്നെ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ ഇത് നമ്മൾ വേസ്റ്റ് റൗണ്ടുമായിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ലൈൻ കറക്റ്റ് ആ ഒരു ലൈനായിട്ട് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ പോയിൻ്റായിട്ട് നിൽക്കാൻ പാടില്ല കേട്ടോ. അവിടെ നിന്ന് കർവ് ചെയ്തെടുക്കുക. കർവായിട്ട് വേണം വരേണ്ട, പോയിൻ്റായിട്ട് നിൽക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇതിന്ന് കർവായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ കർവായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് 3.2 നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ലൈൻ്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും 2 സൈഡിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു വി ഷേപ്പിൽ ഡാർട്ട് കണക്ക് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഡാർട്ട് പോലെ വരച്ചെടുക്കാം. ഞാനങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഇതുപോലെ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രിൻസസ് കട്ടിൻ്റെ മെയിൻ കട്ടിങ് ആയിട്ട് വരുന്നത്, ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് പേപ്പർ കട്ടിങ് അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ബാക്ക് ആം ഹോളായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ കറക്റ്റിന് നമുക്ക് കിട്ടും. ആദ്യമേ ക്ലോത്തിൽ ചെയ്യുമ്പോൾ കൺഫ്യൂഷനൊക്കെ ആയിപ്പോവും. അപ്പോൾ പേപ്പർ കട്ടിങ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സീം അലവൻസ് ഇട്ട പോയിന്റിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ കണ്ടില്ലേ, ബാക്ക് ആം ഹോളാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട് കട്ട് ചെയ്തില്ല, ഇപ്പോൾ നമുക്ക് ബാക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ബാക്ക് ഞാൻ ആം ഹോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. നമ്മൾ ബാക്ക് ആം ഹോൾ, ഫ്രണ്ട് ആം ഹോൾ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തില്ല. നമ്മളിത് പേപ്പർ പാറ്റേൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്തല്ലോ, അതിന് ശേഷമേ ഞാനിത് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു മാർക്കിങ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കണ്ടില്ലേ, ആം ഹോളിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവച്ച് നിർത്തിയിട്ടുണ്ട്. നമുക്ക് താഴെ നിന്ന് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇനി താഴെ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു പോയിന്റ് ആയിട്ടില്ലേ, നമുക്ക് ആ ഒരു വീടായിട്ട് വേണ്ട കേട്ടോ, നമ്മളത് കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു പോയിന്റ് ഇങ്ങനെ കറക്റ്റ് കർവായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ, പോയിന്റ് ആയിട്ട് നിൽക്കരുത്. അപ്പോൾ കർവായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, കണ്ടില്ലേ.
ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു പോയിൻ്റ് അവിടെ കർവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, പോയിൻ്റായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. ഒരു റൗണ്ട് ഷേപ്പ് കണക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഒരു വീടായിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ട, നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതാണ് പ്രിൻസസ് കട്ടിൻ്റെ മെയിൻ കട്ടിങ് കേട്ടോ. ഈ ഒരു ഇത് നമ്മൾ പോർഷൻ കട്ട് ചെയ്ത് മാറ്റും, അതാണ് കറക്റ്റ് വേണ്ടുന്നത് നമുക്ക്. എന്നിട്ട് നമ്മളിത് പേപ്പർ പാറ്റേൺ ചെയ്ത് ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്ത ശേഷം നമ്മളിത് ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വീടായിട്ട് നമുക്ക് അതിന് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പ്രിൻസസ് കട്ട് ക്രോപ്പ് ടോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.